ആരാണ് ഇരട്ടച്ചങ്ങൻ എന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Did you use lathi charge? No, because they are your boss. They can treat me in any manner they like. Go back. I won't go back. This is your property. ഇന്ത്യയുടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിലെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ പ്രഥമ പൗരൻ എന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്, ഗവർണറാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കേണ്ടതിനേക്കാൾ എത്രയോ ഇരട്ടി സുരക്ഷയാണ് ഗവർണർക്ക് കൊടുക്കേണ്ടത്. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് എന്ത് തോന്നിയാസവും SFI കൊണ്ട് ചെയ്യിക്കാമെന്ന രീതിയിലുള്ള പിണറായിയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന പിണറായിന്റെ പോലീസിന്റെ മണ്ടക്കടിച്ചിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നിലമേലിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന വഴികൾ എവിടെയെങ്കിലും കറുത്ത കാക്ക ഇരുന്നാൽ പോലും വെടിവെച്ച് ഓടിക്കുന്ന ഈ നാട്ടിൽ ആരെങ്കിലും കറുത്ത കുപ്പായം ഇട്ടാലോ ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാലോ ഒക്കെ പിണറായിയുടെ 7 അയലത്ത് വരാതെ കൺവെട്ടത്ത് വരാതെ കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിലെ പോലീസ് ഗവർണർ വരുമ്പോൾ വലിയ ബാനറും തൂക്കി വലിയ കൊടികളും തൂക്കി ഗവർണറെ പ്രതിഷേധിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ SFIന്റെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഗുണ്ടകൾക്ക് കരിങ്കൊടി കാണിക്കാനും പ്രതിഷേധിക്കാനും ഗോബാക്ക് വിളിക്കാൻ അവസരം ചെയ്തു കൊടുക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു തിരിച്ചടി കൊടുത്ത ഗവർണർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. ഗവർണർ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് സുഗമമായി യാതൊരു പ്രതിഷേധവും ഇല്ലാതെ യാത്ര ഒരുക്കാൻ സൗകര്യമൊരുക്കേണ്ടത് കേരള പോലീസാണ്. അതിൽ ചുക്കാൻ പിടിക്കുന്ന പിണറായി വിജയനാണ്. അവർ തമ്മിൽ എന്തെങ്കിലും ഭരണ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ പറഞ്ഞു തീർക്കുകയാണ് വേണ്ടത്. തെരുവിൽ അത് നേരിട്ട് കൊണ്ട് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയല്ല. തന്റെ മുന്നിലേക്ക് SFIയുടെ ഗുണ്ടകൾ ചാടി ഇറങ്ങും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വണ്ടി നിർത്തി. അദ്ദേഹം പറഞ്ഞതാണ്, വെറുതെ തന്നെ പ്രകോപിപ്പിക്കരുത്, കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യും കൃത്യമായി എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വാണിംഗ് കൊടുത്തതാണ്. ഇന്ന് 10:30 സദാനന്ദപുരത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ എത്തിയതാണ്. നിലമേൽ വഴിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നിലമേൽ വഴിയാണ് പാസ് ചെയ്യുന്നത് എന്ന് ഗവർണറുടെ സഞ്ചാരപഥം കൃത്യമായി എങ്ങനെ SFIക്ക് ചോർന്ന് കിട്ടി? അങ്ങനെ ചോർന്ന് കിട്ടുന്നതിൽ പോലീസിന് വ്യക്തമായ പങ്കുണ്ട് എന്ന് ഗവർണർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പോലീസ് IG അടക്കമുള്ള മുഴുവനും ശാസിച്ചത്. കരഞ്ഞ് കാല് പിടിച്ചു അവിടെ നിന്ന പോലീസുകാർ. കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം ബോർഡറായ നിലമേലിൽ എവർഷൈൻ പെൻ ഹൗസിന്റെ ഏകദേശം സമീപത്തുള്ള ജ്യൂസ് കടയിൽ ഏകദേശം 2 മണിക്കൂർ നേരമാണ് അദ്ദേഹം ഇരുന്ന് പ്രതിഷേധിച്ചത്. അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് SFIയുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഗുണ്ടാ സമൂഹം മുന്നിലേക്ക് ചാടി വീഴും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വന്നാൽ താൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങും എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അദ്ദേഹം ഏകദേശം 2 മണിക്കൂർ നേരമാണ് ആ ജ്യൂസ് കടയിൽ ഇരുന്നത്. ആ 2 മണിക്കൂർ നേരം പോലീസ് അനുനയിപ്പിക്കാൻ വേണ്ടി നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. കടന്നു പോകാനാണ് പോലീസുകാരോട് പറഞ്ഞത്. തനിക്കെതിരെ ഇവിടെ പ്രതിഷേധിച്ച മുഴുവൻ ആൾക്കാരെയും FIR എനിക്ക് കാണണം എന്നുള്ള നിർബന്ധം, അത് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഗവർണറുടെ മാർഗം തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത മുഴുവൻ ആൾക്കാരുടെയും പേരിൽ FIR രജിസ്റ്റർ ചെയ്ത് ആ FIR കൊണ്ടുവന്ന് അത് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്യാൻ തയ്യാറായത്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരത്തിന്റെ പരിസമാപ്തി അങ്ങനെയാണ്. ഒരു ഗവർണർക്ക് ഇത്തരത്തിൽ അവിടെ പെരുമാറേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സാധാരണക്കാരായ ഒരു പൗരന്റെ അവസ്ഥ എന്താണ് ഇന്ന് നമ്മൾ കാണുന്നില്ലേ? പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 7 അയലത്ത് കരിങ്കൊടി കൊണ്ട് ചെല്ലാൻ പറ്റില്ല. ഇവിടെ ഗവർണർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് മുഖ്യമന്ത്രിക്കുള്ളത്? ആഭ്യന്തര വകുപ്പും പോലീസും മുഴുവൻ SFIക്കും DYFIക്കും CPMനും ഒക്കെ ദാസിപ്പണി എടുക്കുന്ന കാഴ്ചയാണ് കുറഞ്ഞ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു സമരത്തിൽ പരിക്ക് പറ്റിയ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് നീക്കുന്ന ആ വ്യക്തിയെ ആംബുലൻസിനുള്ളിൽ കയറി മർദ്ദിക്കുന്ന SFIക്കാരെ പിടിച്ചിറക്കി വെറുതെ വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ സ്ഥാനത്ത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിലോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ പിണറായിയുടെ പോലീസ് ഇത്തരത്തിലായിരിക്കുമോ നടപടി എടുക്കേണ്ടത്? ഇന്ന് സാധാരണക്കാരന്റെ ജനങ്ങൾക്ക്, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഇവിടെ ഒരു ഗവർണർ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ഇവിടെ ഒരു ഭരണമോ ജനാധിപത്യ ഭരണമോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ ജീവിതത്തിനും സംരക്ഷണം കൊടുക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ആരുമില്ല. ഇവിടെ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും അവരുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് പുറമെ കടം വാങ്ങി തങ്ങളുടെ സമ്പാദ്യം കൂട്ടുന്നതിനും തങ്ങളുടെ വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിനും അവരുടെ ജീവിതം സമൃദ്ധമാക്കുന്നതിനും വേണ്ടി മാത്രമാണ്. അല്ലാതെ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ആരാണ് ഇവിടെ ശബ്ദം ഉയർത്തുന്നത്? ഏതായാലും കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയെക്കാളും ഏറ്റവും ശക്തനായ ഒരൊറ്റ ഇരട്ടച്ചങ്കൻ കേരളത്തിലുണ്ടെന്ന് തെളിയിച്ചെന്ന് ഗവർണർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലുള്ള നേതാക്കളാണ് ഈ സംസ്ഥാനം ഭരിക്കേണ്ടത്. അങ്ങനെയുള്ളവർ നട്ടലുയർത്തി നിന്നുകൊണ്ടാണ് പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ മുഴുവൻ, നമ്മളെ ഭരിക്കുന്നവർ മുഴുവൻ
അവരുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ വേണ്ടി, അവരുടെ ജീവിതം മാത്രം സുരക്ഷിതമാക്കാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിച്ച് ആരെയും ദ്രോഹിച്ച് ആരെയും തല്ലിക്കൊന്ന് അവർക്ക് ജീവിക്കാൻ, അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള വഴിയൊരുക്കുന്ന കുറെ ആൾക്കാരെ ആയിപ്പോയി. സഖാവ് പിണറായി വിജയൻ പോകുന്ന വഴിയിൽ ഒരു കരിങ്കൊടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനെ പിടിച്ച് അകത്താക്കി ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുന്ന അതേ പോലീസിനോട് തന്നെയാണ് ചോദിച്ചത്, ഇത് പിണറായി വിജയനായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ അടിച്ചൊതുക്കില്ലേ, അവരെ പേരെ തലതല്ലി പൊളിച്ച് കേസെടുക്കില്ലേ? തലതല്ലി പൊളിക്കണമെന്ന് ഗവർണർ പറഞ്ഞില്ല. പക്ഷേ താൻ വരുമ്പോ ആ വഴിയിൽ ഇത്തരക്കാരെ, പ്രതിഷേധക്കാരെ മാറ്റി നിർത്താൻ ഉത്തരവാദിത്വപ്പെട്ട അല്ലേ തങ്ങൾ പോലീസ്? അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായ നടപടിയെടുത്ത് FIR കാണും വരെ ഞാനിവിടെ ഇരിക്കുമെന്ന് ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ കൃത്യമായി പോലീസ് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. ഇനി അതുമായി നടപടികൾ മുന്നോട്ട് പോകും. ഇതാണ് ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ടച്ചങ്കെന്ന് പറഞ്ഞ പോലെ കണ്ടു പഠിക്കണം. പറ്റുമെങ്കിൽ ഒന്ന് മാതൃകയാക്കാൻ നോക്കണം. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. വണ്ടി അവിടെ നിർത്തി, വണ്ടി നിർത്തി. Did you use lathi charge? No, because they are your boss. They can treat me in any manner they like. I will not go from here. Why they were standing here when you were here? Action need to be taken against you. Yes. You are the culprit. No, I will not go. I will let Delhi know that you are organizing an attack on me. Come here, Delhi. Unless what you want to say, I won't go back. This is your property. How to go? मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहाँ और नहीं तो फिर प्राइम मिनिस्टर के यहाँ बात कराओ अपने डॉक्टर हिरेन देसाई से. No, I will not go. You were giving them protection here. Police, they were standing here at the police protection. I will not go from here. If the police itself is breaking the law, who will uphold the law?